MAT 202ൻ്റെയും 204ൻ്റെയും മൊഡ്യൂൾ 4 ആണിത്. അതിൽ റെഗുലർ ഫോൾസി മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത്. റെഗുലർ ഫോൾസി മെത്തേഡിൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: എക്സ് എൻ ഇസ് ഈക്വൽ ടു എ എൻ എഫ് ഓഫ് ബി എൻ മൈനസ് ബി എൻ ഇൻറ്റു എഫ് ഓഫ് എ എൻ ബൈ എഫ് ഓഫ് ബി എൻ മൈനസ് എഫ് ഓഫ് എ എൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? എക്സ് എൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ആരൊക്കെ വേണം? എ എന്നും വേണം, ബി എന്നും വേണം. ഇങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ ആര് വേണം? എ നോട്ടും വേണം, ബി നോട്ടും വേണം. എക്സ് 1 കണ്ടുപിടിക്കാൻ ആരൊക്കെ വേണം? എ 1ഉം വേണം, ബി 1ഉം വേണം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്നിൻ്റെ ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. അത് നോക്കി നിങ്ങളൊന്ന് പറഞ്ഞേ. എക്സ് നോട്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പോൾ എക്സ് എന്നിൻ്റെ സ്ഥാനത്ത് 0 വന്നു. അപ്പോൾ ഇക്വേഷനിൽ എവിടെയൊക്കെ എൻ ഉണ്ടോ അവിടെയൊക്കെ 0 വരും. അപ്പോൾ എ എൻ എന്ന് പറയുന്നത് A0 ആവും, എഫ് ഓഫ് ബി എൻ എന്ന് പറയുന്നത് B0 ആവും, മൈനസ് ബി നോട്ട് ഇൻറ്റു എഫ് ഓഫ് എ നോട്ട് ബൈ എഫ് ഓഫ് ബി നോട്ട് മൈനസ് എഫ് ഓഫ് എ നോട്ട് എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ് നോട്ട് കണ്ടുപിടിക്കണം, x1 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം, ഇങ്ങനെ കണ്ടുപിടിക്കണം. ഈ പ്രോസസ്സ് എപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ചെയ്തതുപോലെ തന്നെ ഒരുപോലത്തെ വാല്യൂ വരുമ്പോഴാണ് നിർത്തുന്നത്. പക്ഷെ നമ്മൾ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ എഫ് ഓഫ് 0, എഫ് ഓഫ് 1 ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എവിടെയാണോ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഓൾട്ടർനേറ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ അവിടെ വെച്ച് നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ റൂട്ട് ലൈ ചെയ്യുന്നെന്ന് പറയും. ഇവിടെയും അതുവരെ കറക്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ റൂട്ട് ലൈ ചെയ്യുന്ന എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ മോഡുലസ് എടുത്തിട്ട് ചെറിയ മോഡുലസിൻ്റെ എക്സ് ആരാണോ അയാളെ നമ്മൾ എക്സ് നോട്ട് എന്ന് വിളിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്ന എഫ് ഓഫ് എക്സ് എന്നല്ലേ നമ്മൾ എഴുതുന്ന. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, 1ഉം എഴുതിയിട്ടുണ്ട്. 0 എഴുതിയപ്പോൾ എനിക്ക് നെഗറ്റീവ് കിട്ടി, 1 എഴുതിയപ്പോൾ പോസിറ്റീവ് കിട്ടിയെങ്കിൽ എൻ്റെ എ നോട്ടും ബി നോട്ടും ആരാണ്? 0ഉം 1ഉം ആണ്. ഇതിൽ ആരാണ് എ നോട്ട്, ഇത് ആരാണ് ബി നോട്ട് എന്നാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണത് എ നോട്ടിനെ എങ്ങനെ കൺസിഡർ ചെയ്യും, ബി നോട്ടിനെ എങ്ങനെ കൺസിഡർ ചെയ്യും, ഇതാണ് ഞാൻ ചെയ്യാൻ പോണത്. എനിക്ക് ഏത് വാല്യൂ ആണോ, ഇത് രണ്ടും എക്സ് ആണല്ലോ, കാര്യം ഈ 0ഉം 1ഉം ഈ എക്സിൻ്റെ ഈ പൊസിഷനിൽ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്ന ആളാണല്ലേ. എക്സിൻ്റെ പൊസിഷനിലാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് 0യെയും 1നെയും. അപ്പോൾ 0ഉം 1ഉം എക്സാണ്, എക്സുകളാണ്, ഏതൊക്കെയോ എക്സുകൾ. അപ്പോൾ അതിൽ ഏത് എക്സാണ് എ നോട്ട്, ഏത് എക്സാണ് ബി നോട്ട് എന്നാണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോണത്. ഞാൻ എഫിന് ഏത് എക്സ് ഇട്ട് കൊടുത്തപ്പോഴാണോ എനിക്ക് നെഗറ്റീവ് വാല്യൂ റിസീവ് ചെയ്തത് ആ എക്സാണ് എന്തെന്ന് പറയുന്നത്? എ നോട്ട് എന്ന് പറയുന്നത്. ഈ 0. ഇനി ഞാൻ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണോ എനിക്ക് പോസിറ്റീവ് എഫ് റിസീവ് ചെയ്തത് ആ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ബി നോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? എഫിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണോ എനിക്ക് നെഗറ്റീവ് വാല്യൂ റിസീവ് ചെയ്തത് ആ വാല്യൂ ആണ് എൻ്റെ എ നോട്ട് എന്ന് പറയുന്നത്. എഫിന് ഞാൻ ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണോ എനിക്ക് പോസിറ്റീവ് റിസീവ് ചെയ്തത് ആ വാല്യൂ ആണ് ബി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എ നോട്ട് ബി നോട്ട് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എ നോട്ട് ബി നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എക്സ് നോട്ട് കണ്ടുപിടിക്കാൻ ആരൊക്കെ വേണം? എ നോട്ടും വേണം, ബി നോട്ടും വേണം. എ നോട്ടിനെ എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നറിയണം, ബി നോട്ടിനെ എങ്ങനെ ചൂസ് ചെയ്യുന്നു എന്നറിയണം. ഇതിവിടെ നിൽക്കട്ടെ, നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നോക്കിയേ. ഈ ഒരു പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു യൂസിങ് റെഗുലർ ഫോൾസി മെത്തേഡ് ടു ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 3x + sin x - e raised to x is equal to 0. റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 and 1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ക്ലാസ് ചെയ്യിച്ചപ്പം ഈ 0 and 1 ചെയ്യിച്ചിട്ടില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ അല്ലാതെയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യിച്ചത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ആ എഫ് ഓഫ് എക്സ് തന്നേക്കുന്ന ആളെ ഞാൻ കൺസിഡർ ചെയ്തു. ഏതാണോ ഈക്വൽ ടു 0 ആ 0യുടെ LHSനെ എഫ് ഓഫ് എക്സ് എന്നങ്ങ് വിളിച്ചാൽ മതി. എനിക്ക് തന്നിട്ടുള്ള സ്ഥിതിക്ക് ഞാൻ 0ഉം 1ഉം കൺസിഡർ ചെയ്യുക. ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന കണക്ക് തന്നെ എഫ് ഓഫ് 0, എഫ് ഓഫ് 1, എഫ് ഓഫ് 2, എഫ് ഓഫ് 3 അങ്ങനെ ചെയ്ത് പോവുക. എഫ് ഓഫ് 0 ചെയ്തപ്പോൾ എനിക്ക് നെഗറ്റീവ് കിട്ടി,
F(1) ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവ് കിട്ടി. ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? A നോട്ടും B നോട്ടും പറയാൻ പറ്റും. ഏതാണ് A നോട്ട്? എനിക്ക് ഏത് വാല്യൂ ചെയ്തപ്പോഴാണോ നെഗറ്റീവ് റിസീവ് ചെയ്തത്, ഏത് വാല്യൂ ചെയ്തപ്പോഴാണ് എനിക്ക് നെഗറ്റീവ് റിസീവ് ചെയ്തത്? 0 ചെയ്തപ്പോഴാണ് എനിക്ക് നെഗറ്റീവ് റിസീവ് ചെയ്തത്. ആ പുള്ളിക്കാരനെ ആരെന്ന് വിളിക്കണം? A നോട്ട് എന്ന് വിളിക്കണം. ഇനി എനിക്ക് ഏത് വാല്യൂ ചെയ്തപ്പോഴാണ് പോസിറ്റീവ് റിസീവ് ആയത്? ഇത് 1 ചെയ്തപ്പോഴാണ് ഈ പോസിറ്റീവ് വാല്യൂ റിസീവ് ആയത്. അതിനെ ആരെന്ന് വിളിക്കണം? B നോട്ട് എന്ന് വിളിക്കണം. ഓക്കെ. ഇനി A നോട്ടും B നോട്ടും ഉണ്ടെങ്കിൽ ആര് കണ്ടുപിടിക്കാം? X നോട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ എഴുതിയേക്കുന്നുണ്ടോ? Xn എന്ന് പറയുന്ന ആരാണ്? An f(bn) മൈനസ് bn f(an) ബൈ f(bn) മൈനസ് f(an). ഇതിനകത്ത് n-ന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ X നോട്ട് is equal to, വേറൊരു കളർ യൂസ് ചെയ്യാം, X നോട്ട് is equal to A നോട്ട് f(b) നോട്ട് B നോട്ട് f(a) നോട്ട് ബൈ f(b) നോട്ട് മൈനസ് f(a) നോട്ട്. ഇത് കണ്ടല്ലോ ഈ ഇക്വേഷൻ കണ്ടല്ലോ. ഇതിനകത്ത് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം. വാല്യൂ ഇട്ട് കൊടുത്തേ. f(a) നോട്ടിൻ്റെ വാല്യൂ എന്തെന്നാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്ന? 0. അത് ഇട്ട് കൊടുക്കണം. f(b) നോട്ട് എന്ന് പറയുമ്പോൾ B നോട്ട് ആരാണ്? 1. അപ്പോൾ f(1) അല്ലേ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? അതെടുത്തിട്ട് കൊടുക്കണം. അടുത്തത് വീണ്ടും B നോട്ടിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. f(a) നോട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? -1. ആ വാല്യൂ ഇട്ട് കൊടുക്കണം. ഇത് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണിത്. ഇനി നിങ്ങൾക്ക് വന്ന വേറൊരു ഡൗട്ടാണ്, f(b) നോട്ട് എന്ന് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് വാല്യൂ എടുക്കുമെന്ന്. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ മനസ്സിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു ഡൗട്ട് മെയിനായിട്ട് വന്നത്. അങ്ങനെ ഒരു സംശയം വരേണ്ട ചാൻസ് പോലും അവിടെ ഇല്ല. നിങ്ങൾ B നോട്ട് ആരാണ് എടുത്തേക്കുന്നത്? നോർമലി ഒരു ഈ പറയുന്ന തൊട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾ f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, x² എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. f(b) നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? B നോട്ട് സ്ക്വയർ. f(b) നോട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? 1 സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. സോറി. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ചാൻസേ ഇല്ല. എന്നാലും ചില കുട്ടികൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് X നോട്ട് കിട്ടി. ഇവിടം വരെ ഞാൻ നേരത്തെ പറഞ്ഞത് മതി മനസ്സിലാക്കാൻ. ഇനി താഴോട്ട് പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ വരുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കി, നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു സെക്കൻഡേ. നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന വാല്യൂ എനിക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ, അതായത് ഞാൻ ഈ എക്സിന് ഏതോ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കിതിൻ്റെ ആൻസർ എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ആ അസൈൻ ചെയ്ത വാല്യൂ ഏതെന്ന് കണ്ടുപിടിക്കലാണ് എൻ്റെ ഉദ്ദേശം. അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എഫിന് കുറേ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എഫിന് ഏതോ ഒരു വാല്യൂ നെഗറ്റീവ് റിസീവ് ചെയ്യുന്നു, എഫിന് ഏതോ ഒരു വാല്യൂ പോസിറ്റീവ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എഫ് നെഗറ്റീവ് ആവുന്നതിൻ്റെയും എഫ് പോസിറ്റീവ് ആവുന്നതിൻ്റെയും ഇടയിലായിരിക്കും ആര് ലൈ ചെയ്യുന്നത്? എഫ് 0 ആവുന്ന വാല്യൂ ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ A നോട്ട് B നോട്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ എനിക്ക് ആദ്യത്തെ ചെയ്തതിൽ എന്ത് കിട്ടി? A നോട്ട് is equal to 0 എന്നും B നോട്ട് is equal to 1 എന്നുമാണ് കിട്ടിയ. ഇത് ഉപയോഗിച്ച് ഞാനൊരു x1 കണ്ടുപിടിക്കും, x നോട്ട് കണ്ടുപിടിക്കും. ആ x നോട്ട് എവിടെയായിരിക്കും ലൈ ചെയ്യുന്നത്? ഇവിടെ ലൈ ചെയ്യും. ഇത് സെൻറ്റർ അല്ല, എവിടെയാണെങ്കിലും സെൻറ്റർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഏകദേശം ഈ പൊസിഷനിൽ ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ പുതിയ x നോട്ട് തരുന്ന x നോട്ട് ഞാൻ എഫിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു വാല്യൂ റിസീവ് ചെയ്യുമല്ലോ. ആ എഫ് നോക്കുക, ആ എഫ് എന്ന് പറയുന്ന ആൾ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഈ നെഗറ്റീവിൻ്റെയും ഈ പോസിറ്റീവിൻ്റെയും ഇടയിലായിരിക്കും 0 വരുന്നത്. ഇനി ആ കിട്ടിയ എഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ നെഗറ്റീവിൻ്റെയും ഈ പോസിറ്റീവിൻ്റെയും ഇടയിലായിരിക്കും എഫ് 0 വരുന്ന വാല്യൂ ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുതിയ A നോട്ട് ഇയാളാണെന്നും പുതിയ B നോട്ട് ഇയാളാണെന്നും പറഞ്ഞെടുക്കണം. ഓൾറെഡി ഞാൻ A നോട്ട് B നോട്ട് എടുത്ത്. അപ്പോൾ ഇനി ഞാൻ എടുക്കേണ്ടത് A1 B1 എന്നാണ്. അപ്പോൾ ആ നൊട്ടേഷൻ ഇട്ട് കൊടുക്കുക, A1 B1.
പക്ഷെ നമ്മളുടെ എ നോട്ട് മാറുന്നില്ല, 0 തന്നെയാണ്. ഇവിടെ A1 ആയിട്ടും A1ഉം 0 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ നൊട്ടേഷൻ മാറ്റി കൊടുക്കണം. കാര്യം എൻ്റെ ഇക്വേഷനിൽ ഇടാനുള്ളത് XN കണ്ടുപിടിക്കണമെങ്കിൽ ANഉം BNഉം ആണ് വേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് A നോട്ടും B നോട്ടും ആണ്. അതുപയോഗിച്ച് ഞാൻ X നോട്ട് കണ്ടുപിടിച്ചു. ഇനി ഈ X നോട്ടും B നോട്ടും ആണോ റേഞ്ച്, അതോ ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ A നോട്ട് ആൻഡ് X നോട്ട് ആണോ, അതോ ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ X നോട്ട് ആൻഡ് B നോട്ട് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ ചെയ്ത 2 റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ F നെഗറ്റീവും ഇവിടെ F പോസിറ്റീവ് ആണെന്നുള്ള റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പുതിയ കിട്ടിയ വാല്യൂവിനും കൂടെ കണ്ടുപിടിക്കുക, F നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന്. എന്തായാലും പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഇടയിലാണ് റൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും ഇടയിലാണ്. നൊട്ടേഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇത് A നോട്ട്, ഇതെന്താ ഇത് A1, ഇത് B1. അവിടെ B1ൻ്റെ വാല്യൂ മാറുന്നില്ല. B1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അത് മാറുന്നില്ല. പക്ഷേ എന്ത് ചെയ്യും? നൊട്ടേഷൻ മാറി BM 1 എന്നാവും. അതാണ് ഞാനിവിടെ പറഞ്ഞത്. XN വേണമെങ്കിൽ ANഉം BN വേണം. അപ്പോൾ A നോട്ടും B നോട്ടും വെച്ച് XN വേണമെന്നുണ്ടെങ്കിൽ ANഉം BNഉം വേണം. നിങ്ങൾക്ക് A നോട്ടും B നോട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ? X നോട്ടേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ A1ഉം B1 എന്ന നൊട്ടേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത ആര് കണ്ടുപിടിക്കാൻ പറ്റൂ? X1 കണ്ടുപിടിക്കാൻ പറ്റൂ. ഇനി X1 നിങ്ങൾ കണ്ടുപിടിച്ചു. ഇനിയും നോക്കുകയാണ്. വീണ്ടും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 0ൽ F നെഗറ്റീവാണ് കാണിക്കുന്നത്, X നോട്ടിൽ F നെഗറ്റീവാണ് കാണിക്കുന്നത്. B1ൽ അതായത് 1 എന്ന് പറയുന്ന വാല്യൂവിൽ F പോസിറ്റീവാണ് കാണിക്കുന്നത്. വീണ്ടും നമുക്ക് കിട്ടിയ X1ലും കൂടെ F ചെയ്ത് നോക്കുക. അവിടെ F പോസിറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, F നെഗറ്റീവും F പോസിറ്റീവും ആവുന്നത് X നോട്ടിലും X1ലുമാണ്. അപ്പോൾ ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ X നോട്ട് ആൻഡ് X1 എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് കിട്ടിയ X നോട്ട് നെഗറ്റീവ് Fന് നെഗറ്റീവ് റിസീവ് ചെയ്തത് X നോട്ടിലാണ്. ആ പുള്ളിക്കാരനെ A2 എന്ന് വിളിക്കുക. ആ പുള്ളിക്കാരനെ എന്ന് വിളിക്കണം A2. ഇവിടെ X1ൽ എനിക്ക് F പോസിറ്റീവാണ് റിസീവ് ചെയ്തെങ്കിൽ ആ പുള്ളിക്കാരനെ ഞാൻ B2 എന്ന് വിളിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? X2 കണ്ടുപിടിക്കുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവുക. എവിടെയാണോ നിങ്ങൾക്ക് ഒരുപോലത്തെ വാല്യൂ റിസീവ് ചെയ്യുന്നത് അവിടം വരെയും ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് പറയുക. ഞാൻ പെട്ടെന്ന് ചെയ്തിടുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്തിടാം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.